അമിത്ഷായുടെ നുണക്കൊട്ടാരം തകർന്ന് തരിപ്പണമാവുകയാണ് അങ്ങ് പാർലമെന്റിൽ. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളകളെ പോലെ ശാഖയിൽ നിന്ന് കേട്ട് പഠിച്ച പൊട്ടത്തരങ്ങൾ അങ്ങ് പാർലമെന്റിൽ വിളമ്പുകയാണ് അമിത്ഷാ ചെയ്യുന്നത്. എന്നാൽ അതൊന്നും വിവരമുള്ള ഇന്നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. പ്രതിപക്ഷത്തിരിക്കുന്ന ലോകപരിചയമുള്ള നേതാക്കൾക്ക് മുന്നിലാണ് അമിത്ഷാ ഈ രീതിയിലുള്ള വിടുവായ്ത്തരങ്ങൾ അടിച്ചുവിടുന്നത്. അതിനെ ആരെങ്കിലും എതിർത്താൽ അസഭ്യ വർഷമാണ് പിന്നീട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയിൽ നിന്നുണ്ടാകുന്നത്. അരേ സാല എന്ന ദേഷ്യത്തിൽ അലറുന്ന അമിത്ഷായെ പാർലമെന്റിൽ കണ്ടു. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ നോക്കിയാണ് അമിത്ഷാ അലറിയത്. പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒഴിവാക്കാൻ സാധിക്കാത്ത പദവിയാണ്. ആ പദവിയെ അപമാനിക്കുന്ന പരാമർശമാണ് അമിത്ഷാ നടത്തുന്നത്. നട്ടാൽ കിളിർക്കാത്ത നുണക്കൊട്ടാരം പാർലമെന്റിൽ പടച്ചുവിടുക, അതിലെ പൊരുത്തക്കേടുകൾ ആരെങ്കിലും ചൂണ്ടിക്കാട്ടിയാൽ അവരെ അപമാനിക്കുക എന്നത് പതിവാക്കിയിരിക്കുകയാണ് അമിത്ഷാ ചെയ്യുന്നത്. അമിത്ഷാ പറയുന്ന കള്ളത്തരവും പൊട്ടത്തരവുമാണെന്ന് പറയാൻ കാരണമുണ്ട്. ഒരു ഉദാഹരണ സഹിതം അത് വിശദമാക്കാം. കഴിഞ്ഞ ദിവസം അമിത്ഷാ നടത്തിയ ഒരു വിമർശനം ഇങ്ങനെയായിരുന്നു. വോട്ട് ചോരി ആരോപണത്തെക്കുറിച്ചാണ് ആ നുണക്കലാപരിപാടി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ട് ചോരി നടന്നത് 12 പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളുടെ വോട്ട് ലഭിച്ച സർദാർ വല്ലഭായി പട്ടേലിനെ തഴഞ്ഞ് നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കിയതായിരുന്നു എന്നാണ് അമിത്ഷാ പറഞ്ഞത്. എന്നാൽ ഇത് ശുദ്ധ നുണയാണെന്ന് പറയാം. പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് PCCകളല്ല എന്നതാണ് യാഥാർത്ഥ്യം. 1946-ൽ PCCകൾ നിർദ്ദേശിച്ചത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കായിരുന്നു. അതൊരു തെരഞ്ഞെടുപ്പ് പോലും ആയിരുന്നില്ല. 1940 മുതൽ 1946 വരെ പ്രസിഡന്റ് ആയിരുന്ന മൗലാന ആസാദിന് ശേഷം ആരായിരിക്കണം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്നതിന് 12 PCCകൾ കൊടുത്ത പേര് സർദാർ പട്ടേലിൻ്റെതായിരുന്നു. അങ്ങനെ പ്രസിഡന്റ് ആകുന്ന ആൾക്ക് പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യത കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് മാത്രം. 12 PCCകൾ പട്ടേലിന്റെ പേര് കൊടുക്കാൻ വ്യക്തമായ കാരണമുണ്ടായിരുന്നു. ഇതിനു മുൻപ് സർദാർ പട്ടേൽ ഒരു തവണ മാത്രമേ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നുള്ളൂ. മാത്രവുമല്ല, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭ സമയത്തെ അദ്ദേഹത്തിന്റെ സംഘടനാ പാടവം മികച്ചതായിരുന്നു എന്നതും കാണേണ്ട കാര്യമാണ്. ഗുജറാത്തി ആയതുകൊണ്ട് തന്നെ വ്യാപാര സമൂഹവുമായി നല്ല ബന്ധമുള്ളതുകൊണ്ട് പണം കണ്ടെത്താൻ അദ്ദേഹത്തിന് എളുപ്പം സാധിക്കുമായിരുന്നു. ഇതുകൊണ്ടാണ് സർദാർ പട്ടേലിന്റെ പേര് അവർ നിർദ്ദേശിച്ചത്. പക്ഷേ ഗാന്ധിജിയുടെ ആഗ്രഹം പണ്ഡിറ്റ് നെഹ്റു പ്രസിഡന്റ് ആകണമെന്നായിരുന്നു. അതിന് കാരണം യുവജനങ്ങളിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനവും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാനുള്ള കഴിവും തന്നെയായിരുന്നു. തന്റെ ആഗ്രഹം സർദാർ പട്ടേലിനോട് ഗാന്ധിജി പറഞ്ഞതോടെ സർദാർ പട്ടേലും ഗാന്ധിജിയെ പിന്തുണയ്ക്കുകയായിരുന്നു. ഇനിയൊരു മത്സരം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് പിന്മാറുകയാണെന്ന് അറിയിച്ചു. തുടർന്ന് പണ്ഡിറ്റ് നെഹ്റു പ്രസിഡന്റായി നിയമിതനാവുകയും ചെയ്തു. 1946-ലെ ഇടക്കാല മന്ത്രിസഭ നയിക്കാൻ വൈസ്രോയി പണ്ഡിറ്റ് നെഹ്റുവിനെയാണ് ക്ഷണിച്ചത്. അതിനുള്ള കാരണം പണ്ഡിറ്റ് നെഹ്റുവിന് അന്താരാഷ്ട്ര വേദികളിൽ ഉണ്ടായിരുന്ന അംഗീകാരമായിരുന്നു. സ്വാതന്ത്ര്യ ലബ്ധിയെ തുടർന്ന് പണ്ഡിറ്റ് നെഹ്റു പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. നെഹ്റു മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായി സർദാർ പട്ടേൽ നിയമിതനാവുകയും ചെയ്തു. 1950-ൽ സർദാർ പട്ടേൽ അന്തരിക്കുകയും ചെയ്തു. 1952-ൽ നടന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പണ്ഡിറ്റ് നെഹ്റു തന്നെയാണ് നയിച്ചത്. വിജയിച്ചതോടെ പണ്ഡിറ്റ് നെഹ്റു തന്നെ വീണ്ടും പ്രധാനമന്ത്രിയായി നിയമിതനാവുകയും ചെയ്തു. ഇതാണ് വസ്തുത എന്നിരിക്കെ അമിത്ഷായുടെ ഈ നുണ ബോംബ് പൊളിഞ്ഞു വീണതിന്റെ ദേഷ്യത്തിലാണ് അമിത്ഷാ രാഹുൽ ഗാന്ധിക്ക് നേരെ പാഞ്ഞു കയറിയത്.